ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൗസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് എം സി ലൈഫിലാണ്. എം സി ലൈഫ് സീസൺ 2 നമ്മളുള്ളത്. സോ എം സി ലൈഫിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുക എന്നുള്ളതാണ്. ആൻഡ് മേ ബി തമ്പനയിലിൽ കണ്ടത് നിങ്ങൾ തമ്പനയിലിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയും നമുക്കത് നേരിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഫാമിംഗ് ഏരിയയിലാണ്. അതായത് നമ്മുടെ ഒരു ഫാം അങ്ങനെയുള്ള എല്ലാം ഉള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓ മൈ ഗോഡ്, അതായത് ഇങ്ങനെയല്ല. ഓക്കെ 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 അപ്പം നമ്മളുള്ളത് നമ്മുടെ ഫാമിംഗ് ഏരിയയിലാണ്. അയൺ ഫാം, അതുപോലെ തന്നെ വീറ്റ് ഫാം, അതുപോലെ തന്നെ ഷീപ്പ് എല്ലാം ഉണ്ട് ഇവിടെ. ബാക്കി ഉണ്ടാക്കും. ഓക്കെ, ഇത്രയും അയണുണ്ട്. അത് നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഒരു ഫാമിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഷുഗർ കെയിൻ ഫാം ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. അവിടെ ഷുഗർ കെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വീറ്റ് ഫാമും കാര്യങ്ങളൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എഫിഷ്യൻ്റാണ് അയൺ ഫാമും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ട്രേഡിംഗ് ഹാളിലേക്കുള്ള വഴിയാണ്. ഒരു ടണലാണ്. ട്രേഡിംഗ് ഹാളിലേക്ക് ഇത് തന്നെയാണ് പോവുക. പിന്നെ വന്നിട്ട് ഇങ്ങനെ മേലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലെയിനായി കിടന്നിരുന്നു. അപ്പോൾ അവിടെ വുഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിക്ക് ഒരു സോംബി ഫാമും കാര്യങ്ങളൊക്കെ നമ്മുടെ മായവിബ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, അപ്പോൾ ഈ നമ്മൾ കുറേ നേരം ഇവിടെ തന്നെ ആയിരുന്നു. കാരണം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അതായത് ഫാം ഉണ്ടാക്കിയതൊക്കെ മായവിബ്രോ ആണ്, പക്ഷേ ഇത് ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയിലും മെനയിലൊക്കെ ആക്കിയെടുത്തു. പിന്നെ പിന്നെ ഇവിടെ ഷീപ്പും അതുപോലെ തന്നെ കൗവൊക്കെ ഉണ്ട്. കൗ ഷീപ്പ് രണ്ടാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ലാവ പരിപാടി ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ബോൺ മീൽ ഉണ്ടാക്കുന്ന ടൈപ്പ്. പിന്നെ ഇവിടെ ബെഡ്. പിന്നെ ഇവിടെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഷീപ്പിൻ്റെ ഷെയർ ചെയ്യുന്ന വൂളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഓവർ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നമ്മളൊരു ചെറിയ സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ബേസിലേക്ക് പോകാം. പിന്നെ മായവിബ്രോ ഇവിടെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളതൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല. അതൊക്കെ മായയുടെ വീഡിയോയിലും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബേസിലേക്ക് പോകാം. നമ്മൾ ഇതിനാണ് നമ്മുടെ ബേസിലേക്ക് പോകുന്നത്. ഒരു ഫ്രണ്ട് വ്യൂ കിട്ടണോ? ആദ്യം സാറില്ല ഗൈസ്, ഫ്രണ്ട് വ്യൂ എന്തായാലും ഞാൻ ബേസിലെത്തിയിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ, സോ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസും കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊളിച്ചു കൊടുത്തു ഗൈസ്. എനിക്ക് ചെറിയ വീട് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഡിസൈന് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, നമ്മൾ അഗ്നിയിൽ നിന്നും കോപ്പി അടിച്ച ഒരു ഡിസൈനാണ്. നമ്മുടെ അഗ്നിയിൽ ഉണ്ടാക്കിയ വീടിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ലിവിങ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തേക്കുന്നത്. നമുക്ക് പുറത്തുനിന്ന് തുടങ്ങാം. ഇവിടെ എന്താ പറയുക, ഒരു കാലി ഷെഡ് പോലെ സ്ഥലമുണ്ട്. ജസ്റ്റ് ക്യാമ്പ് ഫയറൊക്കെ ഇട്ടിരിക്കാം. നമ്മളതിന് സെറ്റപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ കിച്ചൺ ഇതിനകത്താണ്. അതുപോലെ തന്നെ ഇവിടെ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ അകത്തേക്ക് കയറാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ അകത്തേക്ക് കയറും. ഓക്കെ, അങ്ങനെ കയറി വരുമ്പം നമ്മൾ ലീഫ് വിട്ടിട്ടില്ല, ലീഫ് ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനൊരു സ്ഥലമാണ്. അതായത് നമ്മുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ റെയർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് വെക്കാനുള്ളൊരു ഏരിയയാണിത്. അവിടെ ചെസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ലിവിങ് ഏരിയ അല്ലെങ്കിൽ ഇരിക്കുന്ന ഏരിയ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലുത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു കിച്ചൺ കാര്യങ്ങളും സെറ്റപ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ചെറിയ തപ്പിപ്പഴുണ്ട്, സോറി, അത് കുറേ വീഡിയോ എടുത്തിട്ട് അതിലൂടെ. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവിങ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെസ്റ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോറേജ് ഏരിയ എല്ലാത്തിലും ഐറ്റംസ് ഉണ്ട്. ഓക്കെ ഓക്കെ അയണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് കോൾ ആവശ്യമുണ്ട്. വേണ്ട. അപ്പം അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു വർക്ക് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ, വർക്കിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ്. എന്നിട്ട് ഈ ഒരു ലെവലിൽ
ഓക്കെ 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 ഫ്രണ്ട്സ്. ഓക്കെ 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 ഞാനിതെങ്ങനെ സെറ്റ് ചെയ്തിരുന്നു അതാ ഇവിടെയൊക്കെ നിന്നാൽ മതി. ഓക്കെ ഇപ്പം ഇവിടെ ഒരു വർക്കിംഗ് ഏരിയ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതെന്താ പറയുക കെറ്റിലോ എന്തിലോട്ടെ ഈ സാധനത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഈ പേര് എന്തായിരുന്നടാ സാരല്ല. നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വായിക്കാം. ഓക്കെ നിലത്തിരിക്കാം. അപ്പോൾ ഇത് കാർപ്പറ്റ് നല്ല റയർ കാർപ്പറ്റ്, അപ്പോൾ അതിലിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്രാഫ്റ്റിൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ബുക്ക് ഷെൽഫും അതുപോലെ തന്നെ കുറച്ച് ബുക്കൊക്കെ അതിലിരിക്കുന്നുണ്ട്. ഇത് മറ്റേ ബുക്ക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല എല്ലാം ലീഫ് വെച്ചിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തേക്കുന്നത്. അതിന് ശേഷം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഒരു ഓപ്പൺ ടെറസ് അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു. ഓപ്പൺ ടെറസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ലാവ പൂള് ബില്ല ഒന്നും പൂട്ടി അത് എന്തായിരുന്നു നമുക്ക് ഇതും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് നെതറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി. അപ്പോൾ പോർട്ടൽ ഉണ്ടാക്കാൻ വേണ്ടി അവൻ ഒബ്സിഡി ഇവിടെ നടത്ത് സാറല്ല നമുക്ക് ലാവ ഫാം ഉണ്ടല്ലോ, ലാവ ഓട്ടോമാറ്റിക് ലാവ ഉണ്ട്, അൺലിമിറ്റഡ് ലാവ. ഓക്കെ അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ നമ്മുടെ പഴയ വീടിൻ്റെ ഒരു ഏരിയ ആണ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ എന്താ ഓക്കെ അയൺ ഫാമാണ് ഗൈസ്. അത് ആദ്യം സെറ്റ് ചെയ്ത അയൺ ഫാമാണ്. സോ ഓക്കെ അപ്പോൾ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആർമർ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കാണാം. ഫുൾ ആർമറൊക്കെ ആയിട്ടില്ല. അത് ഞാൻ കിട്ടുന്ന അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നതാണ് ഗൈസ് ഇടുന്നത്. ആൻഡ് അവിടെ ഒരു ആർമർ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എൻചാൻറ്റിങ് സെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നില്ലേ, ഫുള്ളാക്കിയിട്ടില്ല. ഞാനത് മാക്സ് ആക്കാൻ നിൽക്കുകയാണ് ഗൈസ്. ഇത് മാക്സ് ആയോന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ ആൻഫോം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല നമ്മുടെ ഇതും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെന്താ അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ വേറെ ഒരു അപ്ഡേറ്റ്സും ഇല്ല. പിന്നെയുള്ള അപ്ഡേറ്റ്സൊക്കെ അത് ഞാൻ കാണിച്ചാൽ ശരിയാവില്ല ഗൈസ്. അത് ബാക്കിയുള്ളവർ കാണിക്കണം. ഞാൻ ചെയ്തതല്ലേ ഞാൻ കാണിക്കാൻ പാടും പണി ഈ ഗൈസ്. ഇനിയിപ്പോൾ ഓക്കെ എനിക്കിത് വെച്ചില്ല ഒരു സമാധാനം ഉണ്ടാവില്ല ഗൈസ്. അപ്പം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഔട്ടർ പറയാം. വീഡിയോ ഭയങ്കര ഫാസ്റ്റായിരുന്നു എന്ന് തോന്നുന്നില്ല. ഇതൊന്നും ചെയ്യാനില്ല. പിന്നെ എന്താ പറയുക നമ്മൾ ഇനിയിപ്പം അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് എന്താ പറയുക നമ്മുടെ എൻ്റെ ടാസ്ക്കാണെന്ന് തോന്നുന്നു. വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്യണം. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ. റോഡ് ടു 200 ആണ്. അപ്പം എല്ലാവരും എത്തിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ പിന്നൊന്നുമില്ല. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയുമായിരുന്നേക്കും. ബൈ.